ഹലോ ഗൈസ്, ഐ ആം നന്ദീശ്വർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതുപുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്ത്യയിൽ ഞാനൊരു സീക്രട്ട് പ്ലേസ് കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ സ്ഥലമെന്ന് വെച്ചാൽ സീക്രട്ട് പ്ലേസ് ആണ് ഗൈസ്. അത് ആർക്കും അറിയത്തില്ല. ബസ് കാരിയർ മോഡല്ല. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഇതെന്ത് ഫ്രീ മോഡ് എടുത്തിട്ട് കൊച്ചി ടു സേലം റൂട്ട് എടുത്തിട്ട് ഗോ കൊടുക്കുക. അപ്പോൾ നേരെ തുടങ്ങും ഗൈസ്. അപ്പോൾ തുടങ്ങിയപ്പം ഇങ്ങനെ ആകും. അപ്പോൾ നമ്മൾ ലോഡാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ മോഡാണ് ഗൈസ്. ഇത് മറ്റേ KBSൻ്റെ സീഡ് എങ്ങാണ്ട് നമ്മുടെ കണ്ണൂർ KBC കണ്ണൂരിൻ്റെ മറ്റേ കേരള ട്രാഫിക് മോഡാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നേരെ ഗൈസ് ഇടിച്ചു. അപ്പോൾ നമ്മൾ നേരെ ആ റൂട്ട് എടുത്തിട്ട് ഒരു ഇച്ചിരി ഫസ്റ്റ് മാപ്പ് കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ കാണിക്കുമോ ഗൈസ്? വലിയ ദൂരമൊന്നുമില്ല ഇത്. പിന്നെ ഞാൻ ഓരോരോ കാര്യമൊക്കെ പരിചയപ്പെടുത്തി തരാം. ഈ സൈഡിൽ ഒരുപാട് കടയൊക്കെ ഉണ്ട് ഗൈസ്. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ കണ്ടോ, നമ്മുടെ കേരള ട്രാഫിക് മോഡിൻ്റെ പ്രത്യേകതയാണ് ഇത് ഗൈസ്. കണ്ടോ, ഇവിടെ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു ഗൈസ്. ഈ വണ്ടികളൊക്കെ ഒന്ന് മാറ്റാൻ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അവർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പം ഉള്ള ബസ് ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ള ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെഡസ്ട്രയാണ് ഗൈസ്. നമ്മൾ ലിവർ കയറ്റിയിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഖലീഫ ഡോൺ ബസ്സാണ്. എനിക്ക് ഖലീഫയുടെ പിങ്കയും പിന്നെ സാധാരണ ഖലീഫേനെക്കാളും ഇഷ്ടം ഖലീഫ ഡോണാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഖലീഫയുടെ ഡോൺ കയറ്റാൻ തീരുമാനിച്ചത്. നമ്മളിപ്പോൾ ഏതൊക്കെ ബസ്സാണ് ഉള്ളതെന്ന് വെച്ചാൽ ഖലീഫ ഡോൺ ഉണ്ട്, പിന്നെ കൊമ്പൻ്റെ ബോംബെ ഉണ്ട്, പിന്നെ കൊമ്പൻ്റെ ദാവൂദുണ്ട്. ഈ 3 ബസ്സേ ഉള്ളൂ. ഇനി വയനാടിൻ്റെ പുതിയൊരു ബസ്സുണ്ട് ഗൈസ്, ബൗൺസർ കേട്ടണമെന്നുണ്ട്. അപ്പോൾ ബൗൺസർ വേണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇത് മൊത്തം ബ്ലൂ ലൈൻ ചേസ് ചെയ്താണ് ഗൈസ് പോകുന്നത്. നിങ്ങളും അതുപോലെ ഫസ്റ്റ് മാപ്പിലും സെക്കൻഡ് മാപ്പിലും അതെ, ഇടയ്ക്ക് സെക്കൻഡ് മാപ്പിൽ എടുത്തതേ ഉള്ളൂ. ഫസ്റ്റ് മാപ്പ് തീരുന്നിടം വരെ ബ്ലൂ ലൈനിൽ ചേസ് ചെയ്ത് നമ്മൾ പോവുക. അങ്ങോട്ട് നേരെ ബ്ലൂ ലൈൻ ചേസ് ചെയ്ത് പോവുക. അപ്പോഴാണ് ഇത് വരുന്നത് ഗൈസ്. ഇതിൽ കൂടെ ഒക്കെ വളച്ച് പോകുന്ന എന്നെ സെഡസ്ട്രയുടെയൊക്കെ ഒടിവാണ് ഗൈസ്, ഒടിവ്. അതുകൊണ്ട് എനിക്ക് സെഡസ്ട്ര ഭയങ്കര ഇഷ്ടമാണ്. ഒടിച്ചെടുക്കാൻ നല്ല രസമാണ്. ഈ സൈഡൊക്കെ നല്ലപോലെ രസമാണ് ഗൈസ് ഒടിച്ചെടുക്കാൻ. അപ്പം ഇവിടെ നൈസായിട്ട് പെട്ടെന്ന് വന്നു ഗൈസ്. ചെറിയൊരു ട്രാഫിക്കുണ്ട്. ആ ട്രാഫിക്ക് മാറിയിട്ട് നമ്മൾ വീണ്ടും വരാം ഗൈസ്. അപ്പം നമ്മുടെ ട്രാഫിക്കൊക്കെ കൊണ്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഈ സെക്കൻഡ് മാപ്പ് ആവാറായതുണ്ട് ഗൈസ്. ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലത്തെ അടിച്ച് ഗൈസ് ഒടിച്ചെടുത്ത് ഇച്ചിരി സീനായിപ്പോയി ഗൈസ്. നമ്മുടെ വണ്ടി നൈസായിട്ട് കട്ടിട്ടുണ്ട്. അപ്പം കൊച്ചിയിലാണ് ഇപ്പോൾ തന്നെ. നമ്മൾ ട്രിവാൻഡ്രം മാപ്പില്ലേ അവിടെ വെച്ചാണ് തുടങ്ങുന്നത്. അപ്പം വണ്ടി 98 ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നേരെ നമ്മളങ്ങോട്ട് പോവുക. അത് നേരെ പോകുമ്പോൾ നമ്മൾ ഈ പാലം കണ്ടു ഗൈസ്. ഈ പാലം കയറി താഴോട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ തിരുവനന്തപുരം മാപ്പിൽ ഓടാവുന്നത് ഗൈസ്. ഇത് എന്നെ ആനിമേഷനാണ് ഗൈസ്. സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് ഖലീഫയുടെ ഡോണ്. എൻ്റെ അമ്മേ. അതുപോലെ തന്നെ നമ്മുടെ ദീപുച്ചേട്ടൻ കൊമ്പൻ്റെ ദാവൂദ് ബോംബെയും രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. സീൻ ബസ്സസ്സാണ്. എനിക്കതിൻ്റെ അകത്ത് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഒന്നിനൊന്നിനും വെച്ച ഗൈസ്. രണ്ടും ഒന്നിനൊന്നും വെച്ചതെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇവിടുന്ന് നൈസാണ് ഗൈസ്. ഞാൻ എന്തൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് ഗൈസ്. വണ്ടി പോകുന്നുണ്ടോ? നമ്മൾ ചുമ്മാ കൈ കൊടുത്താൽ അല്ല ഗൈസ്, കാല് കൊടുത്താൽ അങ്ങോട്ട് കയറി പോവാണ് ഗൈസ് വണ്ടി ഒറ്റയ്ക്ക് ആന്തല ഗൈസ്. അപ്പോൾ കൊച്ചി മാപ്പ് തേണ്ടേ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ മാപ്പ് ലോഡായിട്ട് കാണാം. അപ്പോൾ ഗൈസ് തന്നെ നമ്മുടെ സെക്കൻഡ് മാപ്പ് ട്രിവാൻഡ്രം തിരുവനന്തപുരം ഇവിടെ ലോഡായിട്ടുണ്ട്. നമ്മൾ ഈ വഴി തന്നെ അങ്ങോട്ട് ബ്ലൂ ലൈൻ അങ്ങോട്ട് ചേസ് ചെയ്ത് പോവുക ഗൈസ്. ഒരു ഇച്ചിരി നേരം നൈസായിട്ട് നമ്മൾ ശ്രദ്ധിച്ചോടിക്കുക ഗൈസ്. എന്നിട്ട് ഈ ഒരു വളവ് കണ്ടോ, ഈ വളവ് സൈഡിലോട്ട് കണ്ടോ ഗൈസ്, ഒരു വഴി കണ്ടോ സൈഡിലോട്ടൊരു ഓഫ് റോഡ് വഴിയാണ് ഗൈസ്. അത് കണ്ടോ, ഈ വഴി നമ്മൾ നേരെ അങ്ങോട്ട് കയറി അങ്ങോട്ട് നേരെ പോവുക ഗൈസ്. എന്നിട്ട് ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്, വേണമെങ്കിൽ ഒരു ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്. നമ്മൾ അതൊന്നും എക്സിറ്റ് ഒന്നും ചെയ്യില്ല. നമ്മൾ നേരെ അങ്ങോട്ട് പോവുക. നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ തടിമില്ലെത്തും. ഞാൻ പറയില്ലെന്ന് തോന്നുന്നു ഏതാ പ്ലേസെന്ന്. അതൊരു തടിമില്ലാണ് ഗേസ്. ഒരു തടിമില്ലാണ് സ്ഥലം. നമ്മൾ നേരെ കയറി പോകുമ്പം കാണാൻ ഗൈസ്. ആണ് ഗൈസ് ഇവിടെ കുറച്ച് തടിയൊക്കെ ഇരിക്കുന്നുണ്ട്. തടിയുടെ ഗൈസ് എന്തോ ക്രെയിനോ സംഭവമൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് ഇടിച്ചിടിച്ച് എൻ്റെ പൊന്നെ.
ഓർമ്മകൾ പോയി മറഞ്ഞു ഗൈസ്. എൻ്റെ അമ്മേ ഗൈസ്, 90 ഞാൻ 100 കൊണ്ടുവച്ച വണ്ടിയാണ്. എന്തോരം പൈസ കൊടുത്ത് റിപ്പയർ ചെയ്ത വണ്ടിയാണെന്ന് അറിയാം. അപ്പോൾ ഷോക്ക് അടിച്ചൊന്നും ഇരിക്കുന്നില്ല ഗൈസ്. എനിക്കില്ല ഗൈസ്, ഇത് കാണുമ്പോൾ നമ്മുടെ പുഷ്പ 2 ആ ഒരു വൈബൊക്കെയാണ് ഈ തടിമില്ലൊക്കെ കാണുമ്പോൾ വരുന്നത്. പുഷ്പ 2 ഒരു പാട്ട് സീനില്ലേ, ഒരു പുഷ്പ എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ അകത്ത് കാണുന്നവനാണ്. ഇവിടെ ഞാൻ വണ്ടി ഒന്ന് ചവിട്ടട്ടെ, ഒന്ന് ഇറങ്ങട്ടെ ഗൈസ്. ഈ പുള്ളിക്കാരനെ കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നത് ഗൈസ്. പുള്ളിക്കാരൻ്റെ ഒരു ഡാൻസ് ഉണ്ട് ഗൈസ്, ഐക്കോണിക് ഡാൻസാണ് ഗൈസ് പുള്ളിക്കാരൻ്റെ. കാണിച്ചു തരാവേ. കട്ടുറുമ്പിൻ്റെ കല്യാണം, മുട്ട് കുത്തണ ചെമ്മാനം, പട്ടുകുട്ടിയ ചപ്പാത്തി, അങ്ങനെ പോലെയാണ് ഗൈസ് അവൻ്റെ ഡാൻസ്. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുത്ത് നോക്കട്ടെ. നമ്മുടെ വീഡിയോയുടെ തമ്പനയിൽ ഇതായിരിക്കും ഗൈസ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മുടെ തമ്പനയിൽ. ഞാൻ സേവിങ് കൂടെ ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പം ഇതിന് ഇതുപോലത്തെ വീഡിയോ ഉണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതൊരു വീഡിയോ വേണമെങ്കിൽ വീണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ